ഗബ്രിക്ക് കിട്ടാൻ പോകുന്നത് മുട്ടൻ പണിയാണെന്ന് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം ഏതായാലും അതിനുള്ള ഒരുക്കങ്ങളിലാണ് പവർ ടീം. ഇന്നലെ വൈകിയും അവർ ബിഗ് ബോസിനോട് ജയിലിൻ്റെ താക്കോൽ ചോദിക്കുന്നുണ്ട്. ഒരു ദിവസം ജയിലിൽ ഗബ്രി ഇടുക എന്നുള്ളതാണ് അവരുടെ പ്ലാൻ. അത് ഗബ്രി സമ്മതിക്കുമോ, അത് വീണ്ടും ഒരു അടിയിലേക്ക് കലാശിക്കുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഏതായാലും ബിഗ് ബോസിനോട് ആവശ്യപ്പെടാനിരിക്കുകയാണ് ഫ്രണ്ടിലത്തെ ഡോറ് അടയ്ക്കണം. അതുപോലെ ജാസ്മിനുമായിട്ട് യാതൊരു ബന്ധവും ഒരു ദിവസം ഗബ്രിയും ജാസ്മിനുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല. ജാസ്മിനെ കാണുകയോ സംസാരിക്കാനോ പാടില്ല. ഇതൊക്കെ തന്നെയാണ് ശിക്ഷ. അത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് നടപ്പിലാക്കാനുള്ള രീതിയിൽ തന്നെയാണ് പവർ ടീം രാവിലെ പോകുന്നത് എന്ന് തന്നെ തോന്നുന്നു. അപ്പം അവരുടെ സംസാരമൊക്കെ അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്നലെ അതുപോലെ തന്നെയാണ് ഗബ്രി ഇന്നലെ വളരെ മോശമായിട്ടാണ് നമ്മുടെ ജിൻഡോയോടും ക്യാപ്റ്റൻ ജിൻഡോയോടും പവർ ടീമിനോടും ഒക്കെ സംസാരിച്ചത്. അത് ലൈവിൽ നമുക്ക് കാണുകയും ചെയ്യാമായിരുന്നു. പവർ ടീം ജിൻഡോ പവർ ടീമിൻ്റെ അടിമയാണ്, പോയി കുനിഞ്ഞ് നിന്ന് കൊടുക്കൂ എന്നൊക്കെയുള്ള രീതിയിലുള്ള അനാവശ്യമായ സംസാരം. അതുപോലെ പവർ ടീമിലെ ഫെബിനെയും പവർ ടീമിനെയും ഒക്കെ മൊത്തമായിട്ട് ആക്ഷേപിക്കുന്ന ഗബ്രിയെ നമ്മൾ കണ്ടു. അപ്പം പവർ ടീം ശക്തമായ നീക്കം നടത്തണം എന്ന് തന്നെയാണ് അവരുടെ വിചാരം. അപ്പം ഫെബിനും എല്ലാവരുമായിട്ട് പവർ ടീം ഉണ്ടെങ്കിലും അവർ ബാക്കിയുള്ള മത്സരാർത്ഥികളും ഒക്കെ ആയിട്ട് ആലോചിച്ചൊക്കെ തന്നെയാണ് തീരുമാനം എടുക്കുന്നത്. രഹസ്യങ്ങളൊന്നും അവർ സൂക്ഷിക്കുന്നില്ല എന്ന് തോന്നി. ഇപ്രാവശ്യം പവർ ടീമിനെ അപേക്ഷിച്ച് സംസാരിക്കുമ്പം അവരുടെ പ്ലാനുകളെല്ലാം മറ്റുള്ള മത്സരാർത്ഥികളുമായിട്ട് സംസാരിക്കുകയും അതിൻ്റെ വരുംവരായികളും ഒക്കെ അവർ സംസാരിക്കുന്നുണ്ട്. ഇത് പവർ ടീമിൻ്റെ താക്കോലിൻ്റെ കാര്യം, ജയിലിൻ്റെ താക്കോലിൻ്റെ കാര്യം പവർ ടീം ബിഗ് ബോസിനാണ് ആവശ്യപ്പെട്ടപ്പം നമ്മുടെ ജിൻഡോ അവിടോട്ട് വരുന്നുണ്ട്. ജിൻഡോ പറയുന്നുണ്ട് ഇതുപോലെ ഇത് ഇന്ന് അവനെ ജയിലിലിടുക എന്നുള്ളത് നടപ്പുള്ള കാര്യമല്ല, അവന് നന്നായി പനി തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും സാധാരണ കേസിൽ ഇങ്ങനെ വഴക്കും എന്തോന്നും ഒക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ അവൻ പനി ഉണ്ടാകുക സാധാരണയുള്ളതാണ് എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ ഇന്നലത്തെ രാത്രികളത്തെ ബാക്കി ഇടിയുടെ ബാക്കി ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വരും മണിക്കൂറിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും.